ഹായ് ഫ്രണ്ട്സ്, നമ്മുടെയൊക്കെ വീട്ടിലെ അടുക്കള വേസ്റ്റ് എങ്ങനെ സംസ്കരിക്കാം, അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, മത്സ്യങ്ങൾക്കും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴികൾക്കൊക്കെ നല്ലൊരു മികച്ച തീറ്റ ഉണ്ടാക്കാൻ പറ്റും. ഈസി ആയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ അടുക്കള വേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് മത്സ്യങ്ങൾക്കും അതുപോലെ തന്നെ കോഴികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ തീറ്റയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ തീറ്റ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൾച്ചർ ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ചാനലിൽ തന്നെ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് സോൾജർ ഫ്ലൈനെ കുറിച്ച്. അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ കൾച്ചർ ചെയ്യാന്നുള്ള രീതിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഞാൻ അബ്ദുൽ സമദ് കുറ്റു, വെൽക്കം ടു അവർ വീഡിയോ ബ്ലോഗ്. അപ്പോൾ നമ്മുടെ യാത്രയിൽ നമ്മുടെ വീഡിയോയിലൊക്കെ ഇനിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഇത് നമ്മൾ മീൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന പോണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ബ്ലാക്ക് സോൾജർ ഫ്ലൈനെ കൾച്ചർ ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. ഞാനന്ന് പണ്ട് ചെയ്തിരുന്നത് ഇതിലായിരുന്നു. ഒരു പെയിൻറ്റ് ബക്കറ്റ് ഈ പറമ്പിൻ്റെ ഒരു മൂലയിൽ കൊണ്ടുവച്ചിട്ട് അതിൽ വെജിറ്റബിൾ വേസ്റ്റ് ഇട്ട് വെക്കുന്ന സിസ്റ്റമായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ കുറച്ചായി ഇത് എടുത്ത് നോക്കിയിട്ട്, ഞാനിവിടെ ഉണ്ടാകാറില്ല നാട്ടിൽ. അപ്പോൾ ഇത് നമ്മൾ കുറച്ചായി ഈ വെജിറ്റബിൾ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലേ. ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാവകളാണ് ഇതൊക്കെ. ഇതിനി പുറത്തേക്ക് വരേണ്ട ടൈമായിട്ടുണ്ട്. ഇപ്പോൾ പുറത്തേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലൊക്കെ നിൽക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനെ നമുക്ക് വളരെ ഇതിനിപ്പോൾ നമുക്ക് മീനിനോല് കോഴിക്കോട്ട് കൊടുക്കണമെങ്കിൽ ഇതിനെ നമ്മളതിന് കോരി എടുത്തിട്ട് മാറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ഇതിനെന്ത് ചെയ്യും, അത്ര റിസ്ക് ഇല്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു വീട്ടിലെ എല്ലാ വേസ്റ്റുകളും ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റും. ഇത് ചെറിയ രീതിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തായിരുന്നു. ഇത് വിജയകരമാണ്. നമ്മളിനി പുതിയൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏകദേശം 100 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ഡ്രമ്മിലാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വീട്ടിൽ എല്ലാവിധ വേസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ, നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ ലാർവകൾ, ഈ ലാർവകൾ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിങ്ങനെ ഊരി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പ് തുറന്നിട്ട് അതിലെ ലാർവകൾ കളക്ട് ചെയ്തിട്ട് കോഴികൾക്കോ മീനുകൾക്കോ ഇട്ട് കൊടുക്കാൻ പറ്റും ഈസി ആയിട്ട്. നമുക്ക് ഇതിൽ നിന്ന് വേസ്റ്റ് വെള്ളം നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് അത് ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറിക്കൊക്കെ വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്തത് കാര്യങ്ങളും നോക്കാമല്ലോ. നമ്മുടെ വീട്ടിൽ അടുക്കള വേസ്റ്റ് സംസ്കരിക്കാനുള്ള ഒരു ചെറിയ യൂണിറ്റാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എങ്ങനെ സെറ്റ് ചെയ്തെന്നുള്ളതിൻ്റെ ചെറിയ രീതി ഞാൻ കാണിച്ചിട്ട്, അപ്പോൾ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. മുമ്പ് നമ്മൾ വൈദ്യുതിയുടെ സഹായമില്ലാതെ വെള്ളം പമ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു സിസ്റ്റം പ്രോജക്റ്റ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു പരീക്ഷണം നടത്തിയ ഒരു ഡ്രമ്മായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ഡ്രമ്മിൽ അത്തരം പരീക്ഷണം നടത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഈ ഒരു ഡ്രം ഇവിടെ ഫ്രീ ഉണ്ടായിരുന്നു. അന്ന് ഞാനിവിടെ ഒരു ഹോൾ ഇട്ടിരുന്നു താഴെ. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ബക്കറ്റോ ഡ്രമ്മോ എടുത്തു കഴിഞ്ഞാലും ഫസ്റ്റ് ഒരു ഹോള് താഴെ ഇടുക. താഴെ ഇടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേസ്റ്റ് കുന്നുകൂടും. നമ്മൾ അടുക്കള വേസ്റ്റൊക്കെ ഇതിൽ കുന്നുകൂടി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ദ്രാവകാവസ്ഥയിൽ വരുന്ന വേസ്റ്റുകൾ പുറത്തേക്ക് ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഇവിടെ വാൾവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാൾവ് യൂസ് ചെയ്യാം. ഇത് ഈസി ആയിട്ട് ഒരു ടാങ്ക് കണക്ടർ വന്ന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യട്ടെ. ഒരു വാൾവ്, ഒരു പൈപ്പ് എന്ത് വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് ഇതിൻ്റെ ടോപ്പ് ഏരിയ. അന്ന് നമ്മൾ ഇവിടെ 2 ഹോൾ ഇട്ടിരുന്നു. അപ്പോൾ ആ ഹോൾ നമ്മൾ യൂസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയതായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഒരു ഹോൾ മാത്രം ഇട്ട് കഴിഞ്ഞാൽ മതി. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഈച്ചകൾക്ക്, അതായത് ബ്ലാക്ക് സോൾജർ ഫ്ലൈനെ അകത്തേക്ക് കയറാനുള്ള സ്പേസാണ്. അതായത് മണം പുറത്തേക്ക് വരുമ്പോൾ അത് അകത്തേക്ക് കയറും. എന്നിട്ടാണ് അതിൽ നിന്ന് ലാവകൾ വരുന്നത്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തെ വശം ഇങ്ങനെയാണ്. ഈ അകത്തെ വശം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലായിരിക്കും നിങ്ങൾക്ക്. ഇപ്പോൾ ഇവിടെ പുറത്തേക്ക് കണ്ടില്ലേ, ഒരു ടീ കാണുന്നുണ്ടാവും, കണ്ടോ? ഈ ടീൻ്റെ അറ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടീൻ്റെ അവിടുന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ടീൻ്റെ അവിടുന്ന് 2 ഗ്രീന് പൈപ്പ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും പോകുന്നുണ്ട്. അത് താഴേക്കാണ് പോകുന്നത്, അതായത് ഈ ഒരു ടാങ്കിൻ്റെ അടിത്തട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യാം, വേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതുവഴി ഇതിലേക്ക് വേസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേസ്റ്റ് ഇങ്ങനെ നിറയുന്നതിനനുസരിച്ച് ഈ ലാർവകൾ ആ വേസ്റ്റൊക്കെ സംസ്കരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടുന്ന് ആ ലാർവകൾ കുറച്ച് മെച്ചൂർഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 1 ആഴ്ച 2 ആഴ്ച ആയിട്ടുണ്ടെങ്കിൽ അതൊരു ബ്ലാക്ക് കളറിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ ലാർവകൾ ഇതുവഴി ഈ പൈപ്പ് വഴി മുകളിലേക്ക് കയറി വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പാത്രത്തിലെത്തും. അപ്പോൾ നമ്മൾ ഈ ടീ കണക്ട് ചെയ്ത് ആ ഭാഗത്ത് നമ്മളൊരു ഹോൾ ഇട്ടിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വന്ന് വീണ സമയത്ത് നമുക്ക് ഈസി ആയിട്ട് അതിനെ കളക്ട് ചെയ്യാൻ പറ്റും.
ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈൻ്റെ ലാവകളെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഈ കളക്ട് ചെയ്യുന്ന സംഭവം ഈ പാത്രത്തിലുണ്ടായിരിക്കും. നമുക്ക് ഈസി ആയിട്ട് അതിനെന്ത് ചെയ്യാം, ടോപ്പ് തുറന്നിട്ട് മീനിനോ അതുപോലെ തന്നെ കോഴികൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റ്, അതായത് ഇത് ദ്രാവക അവസ്ഥയിൽ ഒരുപാട് വേസ്റ്റുകൾ പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് ഈ വഴി നമുക്കത് ബക്കറ്റ് വെച്ച് കളക്ട് ചെയ്തിട്ട് ചെടികൾക്കോ പച്ചക്കറിക്കോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഈസി ആയിട്ട് ഏതൊരാൾക്കും വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഒന്നാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ടോപ്പ് പറഞ്ഞത്. ടോപ്പ് നമ്മൾ ഒന്ന് വെച്ചാൽ മതി, ഒരു ഹോൾ ഇട്ടാൽ മതി. ഞാൻ നിലവിൽ യൂസ് ചെയ്ത സിസ്റ്റം ആയതുകൊണ്ട് 2 എണ്ണം വെച്ചെന്നുള്ളൂ, ഒരു ഹോളിൻ്റെ ആവശ്യമുള്ളൂ. അതായത് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈന് അകത്തേക്ക് കയറാനുള്ള ഒരു സ്പേസ് മാത്രമാണ് ഹോള്. പിന്നെ ഇത് പറമ്പിൻ്റെ ഏതെങ്കിലും മൂലയിലൊക്കെ കൊണ്ടുവെക്കാൻ ശ്രമിക്കുക, കാരണം വെച്ചാൽ നല്ല സ്മെല്ലുണ്ടായിരിക്കും. പിന്നെ ഈ ഒരു സിസ്റ്റം ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് ഗുണങ്ങളെന്ന് വെച്ചാൽ നമുക്ക് ഈ അടുക്കള വേസ്റ്റ് എന്ത് തന്നെ ആയിക്കോളണം, ഈ പ്ലാസ്റ്റിക് അല്ലാത്ത അടുക്കള വേസ്റ്റോ അല്ലെങ്കിൽ എന്ത് വേസ്റ്റ് ആണെങ്കിലും ഇതിനകത്ത് കൊടുന്നിട്ട് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഈ ലാവകൾ എന്ത് ചെയ്യും, അതിനെ നന്നായിട്ട് സംസ്കരിച്ചിട്ട് നമുക്ക് വളവും കിട്ടും, അതുപോലെ തന്നെ നമ്മളെ പരിസരം വൃത്തിയായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് കോഴികൾക്കും മീനിനും പറ്റിയ നല്ല തീറ്റയും കിട്ടും. ഫ്രണ്ട്സ്, ഇപ്പം നിലവിൽ നമ്മൾ കൾച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ബക്കറ്റിൽ നിന്ന് നമ്മൾ കോരിയെടുത്താണ്. ഇതാണ് നമ്മൾ അടുക്കള വേസ്റ്റ് സംസ്കരിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണിത്. ഇതൊരു കനം കൂടിയൊരു ദ്രാവകാവസ്ഥയിലാണ്. നമ്മളിപ്പോൾ ഷെയ്ക്കോ കുടിക്കൂലേ, ആ രീതിയിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള, എന്നാൽ എങ്കിലും അതിൽ സംസ്കരിക്കപ്പെടാത്ത ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു, നല്ല സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന് പറഞ്ഞ സാധനം. ഈ സാധനത്തിന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സംഭവമല്ല. ഇതിപ്പോൾ പുറത്തേക്ക് വരേണ്ട ടൈം ആയിക്കണം. ഏകദേശം എനിക്ക് തോന്നുന്നു 2 ആഴ്ച സമയമുണ്ട്, 2 ആഴ്ച 3 ആഴ്ച സമയമാകുമ്പോഴത്തേന് ഇത്, അതായത് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ മുട്ടയിട്ട് ഈ ലാർവകൾ നന്നായിട്ട് വളർന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരേണ്ട സമയമാണ് ഈ 2 ആഴ്ച 3 ആഴ്ച സമയത്ത്. ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്ത സിസ്റ്റത്തിൽ അതിന് പുറത്തേക്ക് അങ്ങോട്ട് പോകാൻ അങ്ങനെ വഴിയില്ല. അതുകൊണ്ട് നമ്മളതിൽ നിന്ന് കോരിയെടുത്തിട്ട് നമ്മളത് മീനുകൾക്കോ അല്ലെങ്കിൽ കോഴികൾക്കൊക്കെ തീറ്റയായിട്ട് കൊടുക്കണം. ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആവശ്യത്തിന് വീട്ടിൽ ആർക്ക് വേണമെങ്കിലും ഇത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ കാരണം വെച്ചാൽ ഈ ടോപ്പ് തുറക്കുക, ദിവസം രാവിലെ വരുന്ന അടുക്കള വേസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ട് വെക്കുക. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം മെച്യൂർഡായിട്ടുള്ള, ഇപ്പോൾ നേരത്തെ കാണിച്ചു തന്ന സൈസ് പോലുള്ള സംഭവങ്ങൾ ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാവകൾ വളർന്ന് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് എത്തും. നമുക്ക് ഈസി ആയിട്ട് അത് തീറ്റായിട്ട് മറ്റുള്ളതിന് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ദ്രാവകാവസ്ഥയിലുള്ള, അതായത് ലിക്വിഡ് തന്നെയാണ് എന്നാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇതുവഴി നമുക്ക് പുറത്തേക്ക് വരികയാണെങ്കിൽ അത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കും ചെയ്യാം. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ഏതൊരാൾക്കും വീട്ടിൽ ചെയ്യാവുന്നതാണ്. കാരണം ഇത് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും, പക്ഷേ ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈസി ആയിട്ട് കാണിച്ചു തന്നു. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2 എണ്ണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഏതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്താൽ മതി. ഞാൻ മുമ്പ് ഇത് യൂസ് ചെയ്തത് റീയൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് 2 ഹോൾ ഉണ്ടായത് തന്നെ യൂസ് ചെയ്തെന്നുള്ളൂ. പ്രത്യേകം പറഞ്ഞ് ഞാൻ ഇവിടെ ഒരു ഇതിട്ടുള്ള വെച്ചാൽ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൺ പാക്കിൻ്റെ ഷീറ്റ്, അതിന് ഹോൾ ഉണ്ടാവും സൈഡിൽ, അത് ഇറക്കി വെച്ചോളൂ. അപ്പോൾ ആ സൈഡിൽ ചെന്നിട്ട് ഈ ഈച്ചകൾക്ക് മുട്ടയിട്ട് ഇരിക്കാനുള്ള ഒരു ഏരിയയാണത്. അവിടെ നിന്നാണ് ഈ ലാർവകൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഏരിയ ഇട്ട് കൊടുത്തുന്നുള്ളൂ. ഇനി അത് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നിലവിൽ ഇപ്പം നമ്മൾ ആ സിസ്റ്റത്തിന് അതൊന്നും ചെയ്യുന്നില്ല. ചിലർ പറയുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ വ്യക്തമാക്കിയെന്നുള്ളൂ. ആ ഒരു സംഭവ സിസ്റ്റത്തിൽ നമ്മൾ അടച്ചു വെക്കുകയും ചെറിയ ഹോളിലുള്ള ഗ്യാപ്പ് കൂടിയാണ് അതിൽ ഓൾറെഡി ഈച്ചകൾ അകത്തേക്ക് കയറുന്നത്. അങ്ങനെയുള്ള സ്പേസ് ആയാലും മതി. അപ്പോൾ സ്മെല്ലൊന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ഈ സിസ്റ്റം വീട്ടിൽ ചെയ്യാൻ നോക്കുക. ഈസി ആയിട്ട് ഏതൊരാൾക്കും ഈ ഒരു സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. നമ്മളിനി ചെയ്യാൻ പോകുന്നത്, നമ്മളെ കയ്യിൽ നിലവിൽ ഈ ലാർവകൾ കുറച്ച് കയ്യിലുണ്ട്. ഈ സംഭവം നമ്മൾ ഇതിലേക്ക് ഫസ്റ്റ് തന്നെ ഇടാൻ പോവാണ്. ഇത് നമ്മളെ കയ്യിൽ ഉണ്ടായതുകൊണ്ടുള്ള ഗുണം നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ചെറുതും വലുതായ ലാർവകളൊക്കെ കംപ്ലീറ്റ് ഇതിലേക്ക് എത്തും. പിന്നെ നമ്മൾ പുതിയ അതായത് അടുക്കള വേസ്റ്റൊക്കെ ഇതിലേക്ക് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിനെ സംസ്കരിക്കാനും പുറത്തേക്ക് വരാനും കഴിയും. നമ്മൾ ഈ സിസ്റ്റം പെട്ടെന്ന് വർക്കൗട്ട് ആവും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ആഴ്ച ഞാൻ പറ്റുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തായെന്നുള്ളത്. നിലവിൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ഇനി മുതൽ 1 ആഴ്ച 2 ആഴ്ച വരെയുള്ള സംഭവങ്ങളൊക്കെ ഇതിലിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റിസൾട്ട് എന്തായെന്നുള്ളതും ഇത് മുകളിലേക്ക് എത്തിയോ സക്സസ് ആവുകയോ ചെയ്തതെന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ ഒരു യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യാം,
നമ്മൾ പറമ്പിൽ ഒരു മൂലയിൽ കൊടുന്നിട്ട് വെച്ചില്ല. കാരണം വെച്ചാൽ അത്യാവശ്യം ചെറിയ രീതിയിൽ സ്മെല്ല് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എങ്കിലും നമ്മൾ ടോപ്പൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് അത്ര സ്മെല്ലും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇപ്പോൾ നിൽക്കുന്നത് വെച്ചാൽ നമ്മൾ വീട് നിൽക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഏകദേശം ഇത്ര ഡിസ്റ്റൻസിൽ നമ്മൾ പറമ്പിൻ്റെ അതിർത്തിയിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും വീടുകളില്ല കേട്ടോ, ആർക്കും അത്തരത്തിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ സിസ്റ്റം ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് നോക്കാം. ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഒരുപാട് ഉപകാരപ്പെടുന്നൊരു വീഡിയോ എന്നുള്ള വിശ്വാസമുണ്ട്. നമ്മളൊക്കെ വീട്ടിൽ ഈ ഒരു സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അടുക്കള വേസ്റ്റ് സംസ്കരിക്കാൻ നമുക്കൊരു സ്ഥലമായി. പ്രത്യേകിച്ച് പറയാം, ടൗൺ ഏരിയയിലുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അടുക്കള വേസ്റ്റ് സംസ്കരിക്കലൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇതുപോലുള്ള ചെറിയ യൂണിറ്റൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇത് പല രീതിയിൽ ചെയ്യാം. നമ്മൾ കാണിച്ചു തന്നുള്ള ഈ ഒരു ഐഡിയ മാത്രം നിങ്ങൾ യൂസ് ചെയ്യാന്നുള്ളൂ. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന വീഡിയോ അതുപോലെ ഒരിക്കലും നിങ്ങൾ അനുകരിക്കാതിരിക്കുക. നിങ്ങൾ അതേക്കുറിച്ച് പഠിച്ച് നിങ്ങളുടേതായ ഐഡിയയും കൂടി യൂസ് ചെയ്തിട്ട് ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. കാരണം എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നു. കാരണം വെച്ചാൽ ആ ഒരു ഐഡിയ, ആ ബ്ലാക്ക് സോൾജർ ഫ്ലൈന് അകത്തേക്ക് വരാനും നമുക്ക് ഈസി ആയിട്ട് വേസ്റ്റ്, അതായത് അടുക്കള വേസ്റ്റ് ഇടാനും, അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ വേസ്റ്റ് പുറത്തേക്ക് എന്താ പറയുക, അതിൻ്റെ ലിക്വിഡായിട്ടുള്ള വേസ്റ്റ് പുറത്തേക്ക് കളക്ട് ചെയ്യാനുള്ള സ്പേസ് മാത്രം നോക്കിയാൽ മതി. പിന്നെ നമ്മൾ ആ ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാവകൾ പുറത്തേക്ക് വരുന്ന ഏരിയയിൽ നമ്മളൊരു പാത്രം വെച്ച് കൊടുക്കുക. എങ്ങനെ ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ സക്സസ് ആണെങ്കിലും പരാജയമാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ചാനലത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.